ഇന്ന് ഫ്രാൻസുമായി റഫാൽ കരാറിൽ ഒപ്പുവെക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രതിരോധ കരാർ ഒപ്പുവെക്കുന്നു. കൂടുതൽ റഫാൽ വിമാനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും രാജ്യത്തേക്ക് വരുന്നു എന്നതുമുണ്ടല്ലോ അല്ലേ? തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ 2016 തന്നെ ഈ റഫേലുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ റഫേൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇത് ഒപ്പുവെക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 26 റഫാൽ മറൈൻ ജെറ്റുകൾ, ഒപ്പം തന്നെ ലോജിസ്റ്റിക് പിന്തുണ, ആയുധങ്ങൾ, പരിശീലന സിമുലേറ്ററുകൾ എന്നിവയാണ് ഈ കരാറിൽ ഉൾപ്പെടുന്നത്. 63,000 കോടി രൂപയുടെയാണ് ഈ കരാർ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ കൂടിയാണിത്. ഇതിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കരാർ ഒപ്പിട്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യ റഫേൽ മറീൻ യുദ്ധവിമാനം ഇന്ത്യയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2016 വ്യോമസേനയ്ക്കായി 36 റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ ദാസോ ഏവിയേഷനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു തുടർ കരാറാണ് ഇപ്പോൾ ഒപ്പുവെക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് ഈ പാക് അതിർത്തിയിലടക്കം സംഘർഷം രൂക്ഷമാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈന പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറുന്നത്. പക്ഷേ അതേസമയം ഈ മാസം ആദ്യം തന്നെ ഈ കരാറിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ കരാറിൽ ഒപ്പുവെക്കുക. ഈ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ആദ്യ റഫേൽ മറൈൻ യുദ്ധവിമാനം 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ ഈ യുദ്ധവിമാനങ്ങൾ എന്നതിന് അപ്പുറം ഈ സിമുലേറ്ററുകളും സ്പെയർ പാർട്സുകളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ കരാർ എന്നുള്ളത് തന്നെയാണ്. അതിന് നേരത്തെ തന്നെ ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകിയിരുന്നു. അതിന്റെ തുടർ നടപടി എന്ന തരത്തിലാണ് ഇന്ന് ഒപ്പുവെക്കൽ ഉണ്ടാവുന്നത്. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മുൻ നിശ്ചയിച്ച തീരുമാനമാണ്. ഈ ദസോ ഏവിയേഷനുമായി ആദ്യഘട്ട കരാർ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. അതിനനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും വിമാനങ്ങളടക്കം ലഭിച്ചിരുന്നു. ഇത് രണ്ടാം ഘട്ട കരാറാണ്. പക്ഷേ ഒരു കോയിൻസിഡൻസ് ആണ് ഈ സാഹചര്യത്തിൽ തന്നെ അത് ഒപ്പുവെക്കുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രിയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും കാണുന്നു എന്നുള്ളതും വളരെ നിർണായകമായ ഒരു നീക്കമായിരിക്കും. അപ്പോൾ വരും മണിക്കൂറുകൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. തുടർവാർത്തകളെല്ലാം തന്നെ വിനിത വിജിയുണ്ട്. അവിടെ കശ്മീരിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഒപ്പം ഹാഷ്മിയും ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് അവർ ഘട്ടം ഘട്ടമായി എത്തിക്കുകയും